അടുവദേവൻ, മധുരദേവൻ, കാവ്യദേവൻ, അടൂർദേവന്റെ മേനി മുഴിച്ചിലും കൂടാതെ ഞാനും എന്റെ ചങ്ങാതി അടൂർദേവന്റെ മന്ത്രവാദി മുണ്ടട്ടും കൈയിട്ടും ആടി വിളിച്ചാൻ അടൂർദേവൻ അന്ന് പുളിപ്പാടി തൈലമല്ലം ഉടുപ്പ് തുടിക്കാനും ഇടൂർ ഭാഗമണ്ഡലം ഇങ്ങനെയുള്ള അഷ്ടസിംഹാസനം കുറിച്ച് കെട്ടുകൾ മാതാവ് ശക്തിയാകുന്ന മാതാവിനെയും ചൈതന്യത്തെ ആയതുകൊണ്ട് അടൂർദേവന്റെ ആജ്ഞപ്രകാരം അടൂർദേവന്റെ കാര്യഭൂമിയായി വടക്കേ പാതലാധാരമായി ഒരു കൊടിയലക്കത്തെ വഴക്കം ചെയ്തു ಉಂಟು ಕಲ್ಲು ಅಳಚಿದ ಮುಟ್ಟಿದೆ ದೈವಾಂಗನ ಏಳು ಕೋಟ್ಲ ಮುಟ್ಟಾರ ಕಪ್ಪಿ ಬಾಲ್ಯಗ ಕಪ್ಪಿ അങ്ങനെ നന്നായിരിക്കട്ടെ. ഗുണം വരണം. മകനെവിടെ ബാക്കി എല്ലാവരും വാങ്ങിക്കോളും. അല്ല എല്ലാം ധർമ്മദൈവന്നല്ലേ. ശേഷം മക്കട്ടിയുടെ ഏതാനും ഉണ്ടോ കട്ടാകുടിയുടെ ചെറുത് വലുതായിട്ട് ദുർഗാപരമേശ്വരി വായനശാലയെ ഒരുതിരിക്കുന്നോട്ട് വരാൻ പറ്റണം. മന്ത്രവാദിയെ ചോദിച്ചിട്ടാണ് ശേഷം കോയമ്പത്തൂടാ ഓരോരുത്തരുടെ മുഖം നോക്കി വിരിഞ്ഞെണ്ണ അരിയടിയാൾ എടുക്കട്ടെ. ചുള്ളിയത്ത് മൂവടി നാട്, വലിയ താറടി നാട്, സമ്പാഴ 10, ഇല്യം 10, ചെമ്പ് 5, വിശേഷിച്ച് മണ്ടക്കോല് 4 നാട്, കക്കച്ചാല് 10, പാലാർ 10 ഇങ്ങനെയുള്ള ബന്ധമല്ലേ. പരമഭക്തന്മാരായ നാനാദേശത്തുനിന്ന് പാറിയിരിക്കുന്ന പരമഭക്തന്മാരായിരിക്കുന്ന ഗൗഡന്മാർ ചെറിയൊരു ഗുണം പറഞ്ഞു. ഏതലത്ത് ചാമുണ്ണി എന്നുള്ള കടാക്ഷ വീക്ഷണം അതൊന്നും ശ്രദ്ധിക്കണമെന്നില്ല.
എന്തായിട്ടിരിക്കുകയാണ് പിതാവിൻ്റെയും പിതാവിൻ്റെയും ദൈവത്തിൻ്റെയൊക്കെ കാലഘട്ടം ഇപ്പോഴും അതിഥികളുടെ സ്മരിയും വിളക്കെല്ലാം കഴിഞ്ഞു ക്ഷീണിതനാവന്മാരായിട്ടുണ്ടാവും അല്ലേ അതുകൊണ്ട് പൂജാരി വാർദ്ധക്യമുള്ള ആൾക്കാരാണ് വിളിച്ചില്ല എന്ന് പരിപാടകം പരമേശ്വരി അല്ലേ മന്ത്രവാദി അല്ലേ അതെ ആ ബ്രഹ്മമാകുന്ന നൂലിനകത്ത് ഒത്തപ്പിച്ച ഗ്രാമത്തിൽ അർഷയ്ക്ക് 54 ഗ്രാമത്തിൽ പാണ്ഡ്യവിദേശിയുടെ സത്യത്തിനും ധർമ്മത്തിനും ശേഷം ബ്രഹ്മസഭതന്ത്രന്മാരും അല്ലേ ഓരറിഞ്ഞ് കളിക്കാൻ വെച്ച മക്കളാണ് അത് ശ്രേഷ്ഠമായിട്ട് വൈകുണ്ഠനാഥായിരിക്കുന്ന പാദാസ്പർശം നമിച്ചു പോരുന്നതിന് ശക്തിയാകുന്ന മാതാവിൽ നിന്ന് എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം ലഭിച്ചാൽ അത് എങ്ങനെയെല്ലാം സിദ്ധിക്കാം 64 കലകളിൽ അല്ലേ എല്ലാം രാത്രിയുമാണല്ലോ അതുകൊണ്ട് ഈ പന്ത്രകത്തപ്പ എന്നുള്ള ഈ മണ്ണിങ്കൽ വന്നിട്ട് വൈകുണ്ഠനാഥനെയും ശക്തിയാകുന്ന മാതാപിതാക്കന്മാരെയും കാളഘട്ടപര മൂർത്തികളെയും ഉപതയും അല്ലേ കാളിയ മർദ്ദനമല്ലെങ്കിലും കാളിയൻ്റെ മുകളിൽ ശയിച്ചിരിക്കുന്ന അല്ലേ നടനമാടിയതുപോലെ അത്ഭുതയുള്ള ഒരു നാട്യം അല്ലേ ആ നാട്യത്തിങ്കലാണ് ശ്രേഷ്ഠമായിരിക്കുന്ന ഉച്ചകൂട ചെയ്യണം എന്നാണ്. എന്നിരുന്നാലോ കലിയുഗമാണ് പല ഇച്ഛ കൂടിയല്ലതീൻ അത് അല്പമാത്രമാകുന്നത് ചെയ്യുക എന്നേക്കും ധനസന്തുഷ്ടിയും മനസന്തുഷ്ടിയും ധർമ്മദൈവങ്ങൾ നൽകണമെന്ന് കരുതി ഞാൻ തിരുമുഖം ചെയ്തു. കർമ്മോപദേശമായിട്ട് തന്നെ കരികാമ്പോച്ചി തന്നെ ആവും. എന്നാലോ മാതാവ് കൈവകർച്ചയായി തരുമ്പോൾ ശ്രീപാലാഴിയിൽ നിന്ന് ലഭ്യമായ അമൃതിന് സമമാണ്. ആ അമൃത് അനുഭവിച്ചാൽ സകല രോഗങ്ങളും അതിൽ നിന്ന് പരിഹരിച്ചിട്ട് ദൈനംദിനായിട്ടും മഹാലക്ഷ്മിയായിട്ടും ഒഴിയുമെന്ന് കഴിഞ്ഞു കേട്ടാ. ശേഷം എല്ലാവരെയും ചങ്ങാതി പിടിക്കും. പൈതങ്ങളെ പത്രകത്തിയ എല്ലാവരോടും തന്നെ 5 വർഷത്തിൽ ഒരിക്കലാണ് പഞ്ച ഇന്ദ്രിയങ്ങളും കുളിർക്കാൻ വേണ്ടി അല്ലേ. വാ ഇങ്ങോട്ട് നിൽക്ക്. എന്തെന്ന് ഞാൻ നിങ്ങളുടെ മനമാകുന്ന ഭക്തിയിങ്കൽ നിന്ന് ഉദ്ഭവിച്ചിരിക്കുന്ന പ്രഥമം അല്ലേ മനഭക്തിയാണിത്. ഈ മനഭക്തിയെയാണ് നിങ്ങൾ ബഹിർഭാഗത്ത് പഞ്ച രസം വണ്ണം ഞാൻ അനുഭവിക്കാൻ സാധിക്കും. ഇതേ പന്ത്രകത്തിയ 5 വർഷം വരെ നിങ്ങളുടെ പഞ്ച ഇന്ദ്രിയങ്ങൾ മുതൽ ഷഡ്വൈദ്യ അഷ്ടരാഗങ്ങൾ വരെ എല്ലാം ആ ഓരോന്നിലും ഇഷ്ടബന്ധുവാക ദേവന്മാർ കുടികൊള്ളണമെന്ന് കരുതി സാഷ്ടാംഗം നമസ്കരിക്കാറാണ് എല്ലാവരോടും. Oh
ഒരു പണം 16 പൈസയും കൈമടക്കിയാൽ അൻപാനും ഉടുപ്പാനും ഉയ്യാടുന്ന ഗുണദോഷത്തേക്ക് കട്ടാക്കുടി വിടാ, അടുക്കത്തിൽ വിടാ, സ്വയം കൈത്ത് വിടാ, വിടാ, ചെറിയ വീട്ടിലെ വിടാ ഉണ്ടോ? അങ്ങനെ ഏതാനും കഴിഞ്ഞ കൊല്ലം മുൻപേതുമായി നേർജങ്ങാതി വിഷ്ണുമൂർത്തിയും ഭാഷയില്ലാത്തവനും കാര്യക്കാരനും കഥയെന്ന കഥയെല്ലാം പാടി തന്നു മറുപന്തരായി കണ്ടതാണ്. വിടാ, തറവാടൻപിയ ദേവിയാണല്ലോ പന്ത്രകത്തപ്പനും മാതാവ് കാണാതെ വീട്ടിലെവിടാ. നിങ്ങൾ ഓരോരുത്തരും എൻ്റേതായ എല്ലാവരും ഇങ്ങനെ ഇനി ചെറിയ പത്രമുണ്ട്, അതിൽ പോയി മറ്റേ ചിറ്റിലൂടാ അടുക്കത്തിലൂടാ ഒരു കൊടിയാലും അല്ലേ ഇടം വരണം എന്നുള്ള വഴി ഇങ്ങനെയുള്ള എജിപ്പൈകാമിൻ്റെയായിട്ടും കൃഷിയായിട്ടും ഉദയാമിൻ്റെയായിട്ടും പാഷാണമൂർത്തിയായിട്ടും ചോദിച്ചാൽ ഇവിടെ മീനമാസം എന്നുള്ള പൊതുവിന് വരാം. ആധാരമായി തപസ് ചെയ്തിട്ടാകുമ്പോൾ പോരാ അല്ലേ അല്ലേ? ഇത് നിങ്ങൾ ചിലവർത്തെ അല്ലേ സംഗതി കൂടാതെ കടത്തിന്റെ പാതിൽ കണ്ട് അടച്ച് ധനത്തിന്റെ പാതിൽ തുറന്നു തരണമെന്ന് കഴിഞ്ഞു
അന്നപൂർണേശ്വരി അല്ലേ? ഏത് കേട്ട് കേൾപ്പിക്കാനില്ല അല്ലേ നിങ്ങൾക്ക് എന്നോട്? ഞാൻ ചോദിച്ചിട്ടാ ചങ്ങാതിക്കറിയും എന്നല്ല അതിനകത്ത് അല്ലേ വില ഭോജനം മഹാവിഷ്ണു തന്നെ. എന്നാലും മഹാലക്ഷ്മിത്വം ഇല്ല വേടാ അന്നപൂർണേശ്വരി. ഇപ്പോഴതിൻ്റെ സമയമല്ല. പ്രഭാതത്തിൽ ഞാൻ വീണാപാൾ ആ അന്നപൂർണേശ്വരി ആ അന്നത്തെ നൽകാൻ വേണ്ടി അതിൽ അത്ഭുതയെന്ന് ആസനം ചെയ്തു അല്ലേ? ഇവിടെ ഭക്തി കൊണ്ടും സാധിച്ചു. അപ്പോഴത് എന്തിന് ഇപ്പോൾ പറയുന്നു? ഞങ്ങൾ ചെയ്തത് ദേവന്മാർക്ക് അറിയുന്നുണ്ടാവും. എന്നാലും ദേവകൾക്ക് സമമായിരിക്കുന്ന ഭക്തന്മാരായ നിങ്ങളുടെ സദസ്സിൽ വെച്ച് അതൊന്ന് ചുരുക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾ വാരിയെടുക്കാനില്ലായില്ല. എന്നാലും ഓരോരുത്തരെയും എൻ്റെ മക്കളുടെ കൂടെ ദേഹധ്യാനം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും സ്മരണ കൊണ്ടും അല്ലേ ജീവിതം വരെ ദേഹം വരെ ഇതിനു വേണ്ടി കർമ്മദോഷങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ദൈന്യന്തിരിയാകുന്ന നേർജങ്ങാതി വിഷ്ണു ഈ ലോകദുരിതത്തെ അകറ്റാനും മഹാലക്ഷ്മിയായിട്ട് ഞാൻ നിങ്ങൾക്ക് കഞ്ഞിക്കുടിക്ക് പരാധീനം കൂടാതെ കൊള്ളുവാനും കൈലാസവാസനാകുന്ന സംഹാരരുദ്രൻ ഭാഷയില്ലാത്തവൻ നിങ്ങളുടെ രോഗത്തെ അകറ്റിയിട്ട് കാളകണ്ഠനായിട്ട് വിഷങ്ങളെ കടിച്ചിറക്കിയിട്ട് അമൃതായി പോകുന്ന വസ്തുക്കളെ നൽകുവാനും ധർമ്മദൈവങ്ങളുടെ മാതാവിന് സമമായിട്ട് ഉൾക്കൊള്ളണമെന്ന് കരുതി നിങ്ങൾ ഇവർക്ക് സാധകം വന്ന മൊഴികൊണ്ട് ಹರಸುವಳು ಹರನ